അഭിഷേക് ജയദീപ് കൊള്ളാം, ആള് പുലിയാണ് കേട്ടോ. ഇന്നലത്തെ ആ കൊച്ചു ഇന്ററാക്ഷൻ നമ്മുടെ ലാലേട്ടനുമായിട്ടുള്ളത്, അതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റി. കാരണം വളരെ ശക്തമായ വാക്കുകൾ, അതായത് ഓരോ കണ്ടസ്റ്റൻസിനെ കുറിച്ചും ലാലേട്ടൻ ചോദിച്ച ഓരോ ക്വസ്റ്റിനും കൃത്യമായ ആളുകളെ സെലക്ട് ചെയ്ത് അവരെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കിയത് നന്നായി അവരെ ഒബ്സർവ് ചെയ്ത് ഓരോ കാര്യങ്ങളും വളരെ ശക്തമായി പറഞ്ഞ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് വലിയ ഇൻഫർമേഷൻസ് ഒന്നുമില്ല. ലാലേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരു IT പ്രൊഫഷണൽ ആണ്, ഫാഷൻ രംഗത്തൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. പിന്നെ ജയദീപ് തന്നെ അല്ലെങ്കിൽ അഭിഷേക് തന്നെ പറയുന്നുണ്ട് പുള്ളിക്കാരൻ ഭയങ്കര ഒരു ഫിറ്റ്നസ് പേഴ്സൺ ആണെന്ന് പറയുന്നു. ഫിറ്റ്നസിനൊക്കെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണ്. അതുപോലെ തന്നെ LGBTQ കമ്മ്യൂണിറ്റിയുടെ ഒരു വോയിസ് ആകാൻ വന്നിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ കുറച്ച് ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അച്ഛൻ അറിയത്തില്ല ഞാൻ ഈ ബിഗ് ബോസ് ഷോയിൽ വന്നിരിക്കുന്നത്, അങ്ങനെയൊക്കെ പറയും. അത് കാണാൻ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് ലാലേട്ടൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് എന്ന് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഓഫ് കോഴ്സ് അപ്സരേനാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. അപ്സര നല്ലൊരു പ്ലെയറാന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നാലും വിൻ ചെയ്യാനുള്ള ചാൻസ് ഒന്നുമില്ല. അതായത് കപ്പടിക്കാനുള്ള ചാൻസ് ഉള്ള ഒരു പേഴ്സൺ ഒന്നും അല്ല എന്ന് തന്നെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ലാലേട്ടന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് പേരെ ടാർഗറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യാന്ന്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഗബ്രിക്ക് തന്നെ പണി. എനിക്ക് തോന്നുന്നു അത് നല്ലൊരു ഒബ്സർവേഷൻ ആയിരുന്നു. കാരണം ഗബ്രിയെ കുറിച്ച് പറയുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെന്റ്സ് പറയുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ നമുക്കൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ അവിടെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. കാരണം ഗബ്രിയനെ ഇപ്പൊ ആള് അതിനകത്ത് എടുത്തു പറയുന്നത് ആണുങ്ങളെ പോലെ മുഖത്ത് നോക്കി പറയടോ എന്ന് പറയുന്നു. അപ്പോൾ അതിന് ജയദീപിന്റെ ആൻസർ ആണ്, പെണ്ണുങ്ങൾ എന്താ മുഖത്ത് നോക്കി സംസാരിക്കില്ലേ. സോ ഓഫ് കോഴ്സ് ആ ഗബ്രി എന്താണ് ആ ഷോയിൽ കാണിച്ചു കൂട്ടുന്നത് അതിനെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ ഒന്ന് ആള് പറയുന്ന മാതിരിയാണ് ഈ അഭിഷേകിന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ അടുത്ത പേഴ്സണെ ചോദിക്കുമ്പോൾ പറയുന്നത് ജാൻമോണിയാണ്. ജാൻമോണിയുടെ കാര്യത്തിൽ പറയുന്നത് ശാപം, ഭീഷണി, ഇതൊക്കെ അവിടെ നടക്കുന്ന പരിപാടികളല്ലേ. അതുപോലെ ജെൻഡർ കാർഡ് യൂസ് ചെയ്യുക, ജാൻമണി അത് പല ടൈംസിലും അവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ജിൻഡോയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ കുറേ റോങ് സ്റ്റേറ്റ്മെന്റ്സ്, ഇത് കുറേ ഫാമിലി ഓഡിയൻസ് കാണുന്ന ഒരു ഷോയാണ്. അപ്പോൾ അവിടെ കുറേ എന്താ പറയുക റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ കേൾക്കാൻ പറ്റാത്ത വാക്കുകൾ ജിൻഡോ യൂസ് ചെയ്യുന്നു. അപ്പോൾ ജിൻഡോയും ടാർഗറ്റ് ചെയ്യുന്നു പറയുന്നു. ഈ ഷോയിൽ നിന്ന് ആര് ഔട്ടാകണമെന്നാണ് അഭിഷേക് ആഗ്രഹിക്കുന്നത്? ശ്രീതു ഔട്ടാകണം, റസ്മിൻ ഔട്ടാകണം. ശ്രീതു പ്രത്യേകിച്ച് ഷോയില് പ്രത്യേകിച്ച് ഒന്നും കളിക്കുന്നൊന്നുമില്ല, അതാണ് ഒരു റീസൺ. റസ്മിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ റസ്മിന് റെസ്പെക്ട് പോരാ. റസ്മിൻ ആളുകളെയൊക്കെ വിളിക്കുമ്പോൾ വാടോ പോടോ എന്നൊക്കെ പറയുന്നതൊക്കെയാണ് നമ്മുടെ അഭിഷേക് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്, നമുക്കില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇനിയും ഈ ഷോയിൽ ആരുടെയൊക്കെ ഫ്രണ്ട്ഷിപ്പാണ് നിങ്ങൾ തകിട മറയ്ക്കാൻ പോകുന്നത്? ഞാൻ വിചാരിച്ചു ജബ്രയുടെ കാര്യം പറയുന്നത് വിചാരിച്ചു. അപ്പൊ ജബ്രയുടെ കാര്യമല്ല പറഞ്ഞത്, നമ്മുടെ കട്ടിലിൽ കിടന്ന് 24 മണിക്കൂറും പരദൂഷണം പറയുന്ന അൻസിബ റഷി കൂട്ടുകെട്ട് തകർക്കണമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. പുള്ളിക്കാരൻ പറയുന്നു അൻസിബ ഈ രാജതന്ത്രമൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ചുമ്മാ കിടന്ന് ഋഷിയെ എരിയേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നന്നായി പാര വെച്ചു കൊടുത്ത് ആ പാര മറ്റുള്ളവര് തമ്മിൽ അടി കൂടുന്നതൊക്കെ കണ്ട് രസിച്ച് അൻസിബ ഇങ്ങനെ രാജാബായി വാഴുകയാണെന്നൊക്കെയാണ് ആള് പറയുന്നത്. നമുക്ക് അഭിഷേകിന്റെ കളികൾ എങ്ങനെയുണ്ടെന്ന് വരും ദിവസങ്ങളിൽ കാണാം. അടുത്ത വീഡിയോയുമായി ഓടി വരും വരെ എല്ലാവർക്കും ടാറ്റാ ബൈ. മറന്നുപോയി, അഭിഷേക് ഓൾ ദി ബെസ്റ്റ്.